ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് 2024 ഫേസ് 1, ഫേസ് 2, ഫേസ് 3 കട്ട് ഓഫ് ആണ്. അതായത് എൻട്രി, സൈലം, അഡ 247, തൊഴിൽ വാർത്ത, തൊഴിൽ വേദി എന്ന് തുടങ്ങിയ അല്പം ഫേമസ് ആയിട്ടുള്ള ഫേംസ് പറഞ്ഞ കട്ട് ഓഫിൻ്റെ ഒരു അനാലിസിസാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരിട്ട് സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കൂ, ആദ്യത്തേത് ഫേസ് 1 ആണ്. ഫേസ് 1 സൈലം പറഞ്ഞിരിക്കുന്നത് എസ് ഐക്ക് 50 മാർക്ക്, അപ് ടു 50 മാർക്കും, അതുപോലെ LSGSന് എബോ 50ആണ്. 50 മാർക്കിന് മുകളിലുമുണ്ടെങ്കിൽ അവർ സേഫാണ് എന്നാണ് സൈലം പറയുന്നത്. എൻട്രി പറയുന്നത് രണ്ടിനുമായിട്ട് ഒരു കട്ട് ഓഫാണ് പറഞ്ഞിട്ടത്. 40+ ഉണ്ടെങ്കിൽ സേഫാണെന്നാണ് എൻട്രി പറയുന്നത്. എന്നാൽ അഡ 247 40 മുതൽ 45 മാർക്ക് വരെ എസ് ഐക്കും 50 മുതൽ 55 മാർക്ക് വരെ LSGSനും വരും എന്നാണ് പറയുന്നത്. തൊഴിൽ വാർത്ത പറയുന്നത് 57 മുതൽ 62 വരെ, ഒറ്റ കട്ട് ഓഫാണ് പറയുന്നത്. 57 മുതൽ 62 വരെയാണ് കട്ട് ഓഫ് പറയുന്നത്. തൊഴിൽ വീതി 50 മുതൽ 58 മാർക്ക് വരെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഏറ്റവും കുറവ് പറയുന്നത് 40. ഫസ്റ്റ് ഫേസിൻ്റെ ഏറ്റവും കുറവ് 40 മുതൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എത്രയാണ്? 62 മാർക്ക് വരെയാണ് ഓരോ ഫേമസ് ആയ ഫേംസും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നോക്കൂ, ഫേസ് 2 സൈലം പറയുന്നത് സെയിം തന്നെയാണ്, അപ് ടു 50ഉം എബോ 50ഉം. അതായത് എസ് ഐക്കും LSGSനും 50 താഴെയും 50 മുകളിലും എന്നാണ് പറയുന്നത്. എൻട്രി കട്ട് ഓഫ് തന്നിട്ടില്ല. അഡ 247 വീണ്ടും 43 മുതൽ 48 മാർക്ക് വരെയാണ് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്നത് 60 മുതൽ 65ഉം, തൊഴിൽ വീതിയിൽ വന്നിരിക്കുന്നത് 54 മുതൽ 62 മാർക്ക് വരെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ 43 മുതൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് പറഞ്ഞിരിക്കുന്നത് 43 മുതൽ 65 മാർക്ക് വരെയാണ് ഇവിടെ കട്ട് ഓഫായിട്ട് എല്ലാ ഫേംസും പ്രഡിക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഫേസ് 3 നോക്കൂ. ഫേസ് 3 ഏറ്റവും അവസാനത്തെ ഫേസായ ഫേസ് 3 സൈലം പറഞ്ഞിരിക്കുന്നത് 40 മുതൽ 45 വരെ എസ് ഐക്കും 50 മുതൽ 60 വരെ LSGSനും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. എൻട്രി ഇവിടെയും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അഡ 247 43 മുതൽ 53 മാർക്ക് വരെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്നത് 55 മുതൽ 60 മാർക്ക് വരെയും, തൊഴിൽ വീതി പറഞ്ഞിരിക്കുന്നത് 48 മുതൽ 57 മാർക്ക് വരെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് എത്രയാണ്? 40 മാർക്കാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് 60 മാർക്കുമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫേസ് 1 വന്നിരിക്കുന്നത് 40 മുതൽ 62 വരെയാണ് ഫേംസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫേസ് 2 പറഞ്ഞിരിക്കുന്നത് 43 മുതൽ 65 വരെയും, ഫേസ് 3 പറഞ്ഞിരിക്കുന്നത് 40 മുതൽ 60 മാർക്ക് വരെയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇതൊന്ന് അനാലിസ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരിക്കലും നോർമലൈസേഷന് ശേഷമുള്ള കട്ട് ഓഫ് നമുക്ക് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ ഫേസിലുള്ള കട്ട് ഓഫ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആവറേജ് എടുത്തു നോക്കുമ്പോൾ എന്താണ്, ഒരു 40 to 50 മാർക്കിനുള്ളിൽ എന്താണ് എസ് ഐക്ക് 40 മുതൽ 50 മാർക്കുള്ളവർ സേഫാണ് എന്ന് നമുക്ക് പറയാം. ഇതൊരിക്കലും കട്ട് ഓഫ് അല്ല, ഇത് ഒരു സേഫ് മാർക്ക് മാത്രമായിട്ടാണ്. 40 മുതൽ 50 മാർക്ക് വരെയുള്ളവർക്ക് എസ് ഐയിൽ സേഫാണെന്ന് പറയാം. അതുപോലെ LSGSൽ എത്രയാണ്? ഒരു 50 മുതൽ 60 മാർക്ക് വരെയുള്ള, 60 മുകളിലേക്കുള്ള, അതായത് 50 to 60 മാർക്ക് നേടിയവർക്ക് LSGSൽ സേഫാണെന്ന് പറയാം. ഒരിക്കലും കട്ട് ഓഫ് അല്ല പറയുന്നത്, വീണ്ടും ഓർക്കുക, കട്ട് ഓഫ് അല്ല പറയുന്നത്. ഒരു സേഫ് മാർക്ക് എന്ന് പറയുന്നത് 50 മുതൽ 60 മാർക്ക് വരെയാണ് LSGSന്, 40 മുതൽ 50 മാർക്ക് വരെ എസ് ഐക്കും ഒരു സേഫ് കട്ട് ഓഫ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഒരു 40+ മാർക്ക് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കട്ട് ഓഫിന് പുറകെ പോവാതെ എന്തായാലും മെയിൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. മെയിൻസിന് വേണ്ടിയിട്ട് എന്തായാലും പഠിക്കുക. നിങ്ങൾ പഠിക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഓക്കെ, നമുക്ക് ഡിഗ്രി പ്രിലിംസാണ്, വീണ്ടും എക്സാം വരാം, വീണ്ടും അടുത്ത എക്സാംസ് വരാം. നിങ്ങളൊരിക്കലും ഇത് കൈവിടരുത്. അതായത് ഒരു 1, 2, 3, 5 മാർക്കോ 10 മാർക്ക് നിങ്ങൾക്ക് കുറവാണ് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഇത് വേണ്ട, ഇത് കട്ട് ഓഫ് വരില്ല എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ, കട്ട് ഓഫ് വരട്ടെ അല്ലെങ്കിൽ റിസൾട്ട് വരട്ടെ എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഒരുപക്ഷെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താവും, നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കട്ട് ഓഫ് മാർക്കിന് പുറകെ പോവാതെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുകയാണ്.
വീണ്ടും പഠിക്കുക, മെയിൻസിന് വേണ്ടി പഠിക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒട്ടും വിശ്വാസമില്ല എന്ന് കരുതുകയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് LDC വരുന്നുണ്ടല്ലോ, LDC അടുത്ത എക്സാം LDC വരുന്നുണ്ട്. ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ മെയിൻസിനും അതുപോലെ LDCക്കും കുറേ ഏരിയ സെയിം തന്നെ വരുന്നുണ്ടല്ലോ. ഇതുപോലെ ഒരു ഏരിയാസ് വരുന്നതെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഒരിക്കലും സമയം നിങ്ങൾ കളയരുത് കട്ട് ഓഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. നമ്മുടെ LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. കുറച്ച് ക്ലാസ്സുകൾ എത്തിയിട്ടുള്ളൂ. മലയാളം കറണ്ട് അഫെയറാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്